ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരെയും ആപ്പിൾ കമ്പനി നല്ല കിടിലനായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. എനിക്ക് പണ്ട് മുതൽ ഈ ടെക് റിലേറ്റഡ് ടെക്നോളജി കാര്യങ്ങളോടൊക്കെ എല്ലാത്തിലും ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമല്ല, ചില കാര്യങ്ങൾ എക്സ്പേർട്ടാണ്. എനിക്ക് രണ്ടുപേരോടാണ് ഭയങ്കര ക്രെഡിറ്റ്. ഒന്ന് ജിയോ ആണ്. ജിയോ മീൻസ് അംബാനി. പിന്നെ നമ്മൾ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കില്ലേ, ഗുരുവായൂരപ്പനാണ് എൻ്റെ വീടിന്റെ ഐശ്വര്യം, അതുപോലെ അംബാനിയാണ് എൻ്റെ ദൈവം. എൻ്റെ പൊന്നു ഗായ്സ്, ഇനി ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. വീഡിയോ എഡിറ്റിംഗിൽ നിങ്ങൾക്ക് പ്രോ ആവണം. ഈ പറഞ്ഞ 5 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടും. എൻ്റെ ചുറ്റിനും ഭയങ്കര നോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ വെറും ഒറ്റ ക്ലിക്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം നോക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന അവർക്കുള്ള ഒരു കിടിലൻ പ്രോ ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വയനാട്ടില് ഫസ്റ്റ് ബട്ടൺ കിട്ടുന്ന എന്റെ അറിവിലിട്ടോ. ഇനി വേറെ ആരെങ്കിലും ബിഗ് ഡോഗ്സിന് ഡാൻസ് ചെയ്യുന്ന ഒരു മാവേലിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ മാവേലിയും കേരളത്തില്, പുള്ളീന്റെ മ്യൂസിക് ആണെങ്കിൽ വേൾഡ് വൈഡ് ട്രെൻഡ്. മാവേലി ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലാക്കണം. ചുമ്മാ വീഡിയോ ഇട്ടു നോക്കുമ്പോൾ ഇത് പിറ്റേ ദിവസം നോക്കുമ്പോൾ 400K 4 ദിവസം കൊണ്ട് 1 മില്യൺ. ഞാൻ വിചാരിച്ചു ഇതെന്ത് പണ്ടാര്, എനിക്ക് ഭ്രാന്തായി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് ഭ്രാന്തായ. പിന്നെ കുറച്ച് വലിയ ബ്രാൻഡ്സ് കോൺടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഈശ്വർ ഇതിപ്പോ എന്താണ് സ്കീം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ ഈ മാവേലി വൈറലാവാൻ ഹനുമാൻ കൈൻഡാണ് എൻ്റെ ദൈവം. സ്കൂളിലൊക്കെ ഞാൻ മറ്റേ ജയറാമിന്റെ സീനാണ്. സാറുമാർ എൻ്റെ അടുത്ത് ഫോണും കൊണ്ട് വരും. അവരുടെ വാട്സപ്പ് എന്തോ ലോഗൗട്ടായി, അതായത് ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ഒക്കെ മാറ്റി കൊടുക്കുമ്പോൾ ഞാനാണ് ഫേസ്ബുക്ക് ഉണ്ടാക്കിയെന്നുള്ള ഇതൊക്കെ. അയ്യോ ഇവൻ ഭയങ്കര പുലിയാണല്ലോ അവൻ. കണ്ടു പഠിക്കുക അരുണേ, യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ്. ഇവൻ ആള് കൊള്ളാലും പുലി, ഇവൻ വേറെ ലെവലാവും. ഞാൻ ഇങ്ങനെ ഇതെന്ത്. സാറ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അരുണേ നീ കൊമേഴ്സ് പഠിച്ചിട്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ല, നിന്റെ ഒരു പരിപാടി എനിക്ക് മനസ്സിലായി, പഠിച്ചിട്ടൊന്നും എന്തായാലും എത്താൻ പറ്റില്ല എന്ന് പുള്ളി ഓൾറെഡി പറഞ്ഞു. അവ എനിക്കത് ഭയങ്കര സന്തോഷമായി, കാരണം ഒരാളെങ്കിലും എൻ്റെ കഴിവ് മനസ്സിലാക്കിയല്ലോ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന് നമുക്കൊരു ട്രെൻഡിങ് മാവേലി, ദ സ്റ്റൈലിഷ് മാവേലി ഓഫ് ഓൾ ടൈം, ബിഗ് ഡോഗ്സിന് ഡാൻസ് ചെയ്യുന്ന ഒരു മാവേലിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ക്രിയേറ്റർ എൻ്റെ കൂടെ ഉണ്ട്. അരുൺ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എന്തായിരുന്നു ആ മാവേലിയുടെ പിന്നിലെ സ്റ്റോറി? എങ്ങനെ ഞങ്ങൾക്ക് ഇത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഓണത്തിന് ഒരു മാവേലിനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി? അല്ല, അത് എനിക്കൊരു നൈറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിട്ടിയൊരു ഐഡിയ ആണ്. അതായത് അടുത്ത മാസം ഓണം വരാണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ പോസ്റ്റർ അങ്ങനെ പരിപാടിയിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണമല്ലോ. ബ്രാൻഡിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെയാണ് എനിക്ക് താല്പര്യം ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് നോക്കി. അപ്പോൾ മാവേലി ഓണം ഉണ്ട്, മാവേലിയാണ്. അപ്പോഴാണ് ഈ ഒരു ബിഗ് ഡോഗ്സ് കത്തി നിൽക്കുന്നത്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ കേരളത്തിൽ ജനിച്ച ഒരാളാണെന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. മലയാളിയാണെന്ന്. അപ്പോൾ മാവേലിയും കേരളത്തിൽ, പുള്ളീന്റെ മ്യൂസിക് ആണെങ്കിൽ വേൾഡ് വൈഡ് ട്രെൻഡ്. പിന്നെ നമ്മൾ എപ്പോൾ നോക്കിയാലും ഈ മാവേലി ഒരുമാതിരി മറ്റേ ഓടക്കുഴലെല്ലാം വിളിച്ചിട്ട്, ഓടക്കുഴലല്ല, മറ്റേ ഒരു വയലിൻ മ്യൂസിക്കിൽ ഇങ്ങനെ ടൂഡു ടൂഡു എന്ന് പറഞ്ഞൊരു സ്കീമാണല്ലോ. അപ്പൊ മാവേലി ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലാക്കണം. പിന്നെ എപ്പോഴും കുമ്പചാടിയിട്ടുള്ള ഒരു മാവേലിയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഫിറ്റ്നസിനെ ശ്രദ്ധിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പൊ മാവേലി ഒന്ന് പൊളിക്കണം എന്നുള്ള സ്കീമിൽ അങ്ങനെ പെട്ടെന്ന് ഹനുമാൻ കൈൻഡ് മ്യൂസിക് മാവേലി പൊളി. ഞാൻ അപ്പൊ തന്നെ ഡയറിയിൽ എഴുതി വെച്ചു. സാധാരണ ഈ ഡയറി ഒന്നും എനിക്ക് അങ്ങനെയൊന്നും എഴുതുന്ന ശീലമൊന്നും ഇല്ല. പക്ഷെ എന്തോ എൻ്റെ ഒരു അപ്പോൾ വന്നൊരു ബോധത്തിൽ ഞാൻ എഴുതി വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാനിത് നോക്കി. അപ്പോൾ പൊളിയാണല്ലോ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ AI വെച്ച് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ വന്നു. അങ്ങനെ ഒരു AI വെച്ചിട്ട് തന്നെ ചെയ്തു. പക്ഷേ ഈ എല്ലാവരുടെയും വിചാരം AI വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത ഒരു സാധനം വരുന്നതാണ്, ജനറേറ്റ് ചെയ്ത് വരും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. AI വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബേസ് മാത്രമേ കിട്ടുള്ളൂ, മാവേലിൻ്റെ ആ മൂവ്മെൻറ്റ് മാത്രം. ബാക്കിയുള്ള അതിൻ്റെ സറൗണ്ടിങ്സ്, ആ സ്റ്റെപ്പ്, ആ മ്യൂസിക് ആയിട്ടുള്ള സിങ്ക്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആസ് എ എഡിറ്റർ നമ്മൾ വേണം സെറ്റ് ചെയ്യാൻ. സോ ഒരു 2-3 ദിവസം എടുത്തു ഇത് സെറ്റ് ചെയ്യാൻ. എന്നിട്ട് ഇത് ചുമ്മാ അപ്ലോഡ് ചെയ്തു. അപ്പം ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല. ചുമ്മാ വീഡിയോ ഇട്ടു നോക്കുമ്പോൾ ഇത് പിറ്റേ ദിവസം നോക്കുമ്പോൾ 400K, പിന്നത്തെ ദിവസം 700K, ഒരു 4 ദിവസം കൊണ്ട് 1 മില്യൺ. ഞാൻ വിചാരിച്ചു ഇതെന്ത് പണ്ടാര്, എനിക്ക് ഭ്രാന്തായി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് ഭ്രാന്തായ. അങ്ങനെ അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു അടിപൊളി എന്ന് പറഞ്ഞു. ഷെയർ, പിന്നെ കൂടുതലും ഷെയറാ പോയെ. പിന്നെ കമന്റ് വന്നു, മാവേലി പൊളി, വെറൈറ്റി മാവേലി, സേവ് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചു. അത് ഓണത്തിന് വരുമല്ലോ. പിന്നെ ഈ വീഡിയോ വൈറലാവാനുള്ള ഒരു മെയിൻ കാരണം ഞാനിത് മുന്നേ 1 മാസം മുന്നേ ഈ സാധനം എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ട് ഞാൻ 1 മാസം മുന്നേ വീഡിയോ ഇട്ടു. ആ
ടൈം ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് ട്രെൻഡിങ് ആയി കത്തി. പിന്നെ കുറെ പേര് സേവ് ചെയ്തിട്ടു, കുറെ പേര് വിളിച്ചു പറഞ്ഞു എടാ ഇത് സംഭവം കൊള്ളാലോ, ഇത് ഉഷാറ്. പിന്നെ അത് അങ്ങനെ കുറെ ബ്രാൻഡ്സ് കോണ്ടാക്ട് ചെയ്തു. അത് വേറെ ലെവൽ നെക്സ്റ്റ് ലെവൽ ബിസിനസ്സിലേക്ക് മാറി സംഭവം. പിന്നെ കുറച്ച് വലിയ ബ്രാൻഡ്സ് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഈശ്വർ ഇതിപ്പോ എന്താണ് സ്കീം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഒരു നൈറ്റ് കൊണ്ടാണല്ലോ ഇത് മാറുന്നത്. അപ്പൊ പിന്നെ കുറെ ബ്രാൻഡ്സ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു, ഞങ്ങൾക്കും വേണം ഇങ്ങനെ ഒരു മാവേലി. അങ്ങനെ കുറച്ച് ഫിറ്റ്നസ് സ്പോർട്സ് ബ്രാൻഡ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്തു, അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയാണ് ആ സംഭവം, ആ ഒരു വൈറൽ മാവേലിയുടെ ഇതത്ര വലിയൊരു ഇതൊന്നും അല്ല. ഒരു നൈറ്റിൽ ഒരു ഐഡിയ കിട്ടി, അത് പിറ്റേ ദിവസം എക്സിക്യൂട്ട് ചെയ്തു, 3 ദിവസം കൊണ്ട് ചെയ്തു, അപ്ലോഡ് ചെയ്തു, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ പ്രമോഷനോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ജനറലി അരുൺ എന്തായാലും യു ആർ എ കോണ്ടന്റ് ക്രിയേറ്റർ, വീഡിയോ യൂട്യൂബിൽ ചാനലുണ്ട്, ടെക് ഫോർ മലയാളം. അതില് എന്താ മേജർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സംഭവം? എനിക്ക് പണ്ട് മുതൽ ഈ ടെക് റിലേറ്റഡ്, ഐ മീൻ ടെക്നോളജി കാര്യങ്ങളോടൊക്കെയാണ്. ടെക്കിനൊന്നും പറയാൻ പറ്റില്ല. അതായത് എല്ലാത്തിലും ഭയങ്കര എക്സ്പേർട്ട് ഒന്നും അല്ല, ചില കാര്യങ്ങൾ എക്സ്പേർട്ടാണ്. ഫോർ എക്സാമ്പിൾ മൊബൈൽ ആപ്ലിക്കേഷൻ, AI, പിന്നെ അങ്ങനെ മൊബൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഐ മീൻ പ്രോഗ്രാമൊന്നും അല്ല, ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് അറിയണമെന്നും എനിക്ക് അറിയുന്ന സാധനങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു പണ്ട് മുതലേ ഉണ്ട്. അങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. 2016 ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അന്ന് എൻ്റെ വീട് വയനാടാണ്. അപ്പോൾ വയനാട്ടിൽ പിന്നെ ഈ 2017 എനിക്ക് ചാനൽ തുടങ്ങി പെട്ടെന്ന് തന്നെ എനിക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. വയനാട്ടിൽ ഫസ്റ്റ് ബട്ടൺ കിട്ടുന്ന എന്റെ അറിവിലിട്ടോ. ഇനി വേറെ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ എന്റെ ആദ്യത്തെ ഫോട്ടോ ഞാൻ തന്നെയാണോ എന്ന് പോലും ചിലപ്പോൾ ഡൗട്ട് ആയിരിക്കും. അത്രയും ചെറിയൊരു പയ്യൻ ഒരു പ്ലേ ബട്ടൺ കിട്ടി നിൽക്കുന്നു. അപ്പൊ എനിക്ക് കൊള്ളാതെ ഞാൻ ജിയോ കണ്ടുപിടിച്ച് നെക്സ്റ്റ് അല്ല, അതിൽ ഭയങ്കര കോമഡി ഉണ്ട്. ഇപ്പൊ എനിക്ക് 2 പേരോടാണ് ഭയങ്കര ക്രെഡിറ്റ്. ഒന്ന് ജിയോ ആണ്. ജിയോ മീൻസ് അംബാനി. നമ്മൾ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കില്ലേ, ഗുരുവായൂരപ്പനാണ് എന്റെ വീടിന്റെ ഐശ്വര്യം, അതുപോലെ അംബാനിയാണ് എന്റെ ദൈവം. അതുപോലെ ഈ മാവേലി വൈറലാവാൻ ഹനുമാൻ കൈൻഡ് ആണ് എന്റെ ദൈവം. കാരണം അന്ന് വരെ ഈ ജിയോ വന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്റർനെറ്റിലേക്ക് വന്നത്. അതിനു മുന്നേ നമ്മൾ 49 റീചാർജ് ചെയ്തിട്ട് 250 MB ഒരു ആഴ്ച ഇങ്ങനെ ചുരണ്ടി നടക്കുന്ന ഒരു സ്കീമായിരുന്നു. ഒരു യൂട്യൂബിൽ കയറുമ്പോൾ തന്നെ ഈശ്വര MB തീർന്നോ എന്നുള്ള സ്കീമാണ്. ഇത് പെട്ടെന്ന് വന്നിട്ട് ഒരു 6 GB, അതും ഫ്രീ ആയിട്ട്. സിം എടുക്കുന്നവർക്ക് 6 GB കൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആയിക്കളഞ്ഞു. അതെ. അങ്ങനെ നോക്കുമ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡിഗ്രിക്ക് പഠിച്ചേ. പിന്നെ പൊതുവെ ഈ പഠനത്തിനോടൊന്നും വലിയൊരു താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമോ ജയിക്കുകയോ ഒക്കെ പറ്റും, പക്ഷെ എനിക്ക് ഇതിനോടൊക്കെയാണ് താല്പര്യം. പിന്നെ സ്കൂളിലൊക്കെ ഞാൻ മറ്റേ ജയറാമിന്റെ സീനാണ്. അതായത് സാറുമാർ എൻ്റെ അടുത്ത് ഫോണും കൊണ്ട് വരും, അവരുടെ വാട്സപ്പ് എന്തോ ലോഗൗട്ടായി, ഒന്ന് സെറ്റാക്കി തരണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് മറന്നുപോയി, ഒന്ന് ഫോർവേഡ് ചെയ്ത് പുതിയ പാസ്വേഡ് ചെയ്യണം. പിന്നെ ചുമ്മാ മൊബൈലൊക്കെ ലോക്കായി പോവും, അപ്പോൾ ഇതൊക്കെ അൺലോക്ക് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഏത് കുട്ടിക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇവരെൻ്റെ അടുത്ത് വരും. അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ ഞാനാണ് ഫേസ്ബുക്ക് ഉണ്ടാക്കിയെന്നുള്ള ഇതൊക്കെയാണ്. അയ്യോ ഇവൻ ഭയങ്കര പൊലിയാണല്ലോ അവൻ. ഇതിപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ വന്ന്. ആ ചേട്ടൻ വന്നിട്ട് എടാ എന്നെ അപ്പു എന്നാ വിളിക്കുക, എടാ ഫോണ് മൊത്തം ഇരുട്ടായിപ്പോടാ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതെന്ത്, നോക്കുമ്പോൾ പുള്ളി അറിയാണ്ട് ഡാർക്ക് മോഡ്, ഐ മീൻ നൈറ്റ് മോഡ് ഓൺ ആക്കി വെച്ചാ. അപ്പൊ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ മാറ്റിയിട്ട് ഇതിങ്ങനെ ആക്കി, കൊള്ളാലോ റെഡിയായി. അതായത് വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഇത് കിട്ടുന്ന ആൾക്കാർക്ക് ഇവരെന്നെ എന്നെ ഭയങ്കര എന്തോ സംഭവമാക്കി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ആൾക്കാർ, ഐ മീൻ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ എനിക്ക് പ്രത്യേക കഴിവുണ്ട്. പിന്നെ ഈ സംസാരിക്കാൻ അതൊരു പോയിന്റ് നോട്ട് ചെയ്യണോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ നമ്മള് ഒരു സ്റ്റീരിയോ ടൈപ്പ് ആണ് എന്നാലും ഞാൻ പറയുവാണ്. ചിലപ്പോൾ നമുക്ക് ഈ മറ്റേ കമ്പ്യൂട്ടർ ബഫ്സ് അങ്ങനെ ഭയങ്കര ക്രേസി ആൾക്കാർ ഭയങ്കര ഇൻട്രോവേർട്സ് ആണ്. ഞാനിങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷേ നീ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഭയങ്കര കോമഡി. 2015 തോന്നുന്നു, പ്ലസ് 1 മറ്റേ പഠിക്കുമ്പോൾ, അന്ന് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് എൻ്റെ ക്ലാസ്സിൽ ആർക്കും അറിയില്ല. എങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, അതായത് നെറ്റ് പോലും ഇല്ലാത്ത സമയം. അപ്പം ഞാൻ നോക്കിയിട്ട് ഏതൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. അപ്പം എൻ്റെ IT ടീച്ചർ കണ്ടു പഠിക്കരുണേ, യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ്, ഇവൻ ആള് കൊള്ളാലും പുലി, ഇവൻ വേറെ ലെവലാവും. ഞാൻ അങ്ങനെ ഇതെന്ത്
അതായത് ഞാൻ ചെയ്തു കൊടുക്കുന്നൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷെ അത് അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ പിന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള, ഐ മീൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആദ്യം ബ്ലോഗ് എഴുതിയിട്ടാണ് തുടങ്ങിയത്. യൂട്യൂബിന് മുന്നേ ബ്ലോഗിങ് ആണല്ലോ, പിന്നെയാണ് ഈ വ്ളോഗിങ്ങിലോട്ട് വന്നത്. ആദ്യം ബ്ലോഗിങ് റിട്ടേൺ പരിപാടിയായിരുന്നു, പിന്നെ വ്ളോഗിലോട്ടായി. യൂട്യൂബ് വന്നപ്പോൾ വ്ളോഗായി. അപ്പൊ ആദ്യം ബ്ലോഗിൽ തുടങ്ങി. നമ്മൾ അത്ര ഒരു എഴുതാൻ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് അതിൽ വിജയിച്ചില്ല. പിന്നെ യൂട്യൂബ് വന്നപ്പോൾ ഇതിലേക്ക് കയറി, അങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടു. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ റീച്ച് ആയി. പിന്നിൽ വേറൊരു ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഇല്ലേ? മോട്ടിവേഷൻ മറ്റേ എന്റെ അധ്യാപകൻ അല്ല, ഞാനിങ്ങനെ മെയിൻ ആയിട്ട് നിൽക്കുകയാണല്ലോ. അതായത് സ്കൂളിൽ വന്നിട്ട് സാറിന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. അന്ന് വാട്സപ്പ് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അന്ന് ഫേസ്ബുക്കാണ് ഭയങ്കര ട്രെൻഡിങ്. കാരണം ഫേസ്ബുക്കിൽ 1K അടിച്ചാൽ ആ നാട്ടിലെ, ഐ മീൻ നമ്മൾ ഇടുന്ന ഫോട്ടോയ്ക്ക് ഒരു 1K ലൈക്കായി അവിടെ ടോപ്പ് നമ്മളാണ്. പിന്നെ മറ്റേ ഫോളോ ബാക്ക് മച്ചാന്നൊക്കെ ആ ഒരു ടൈമാണ്. അപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഈ പാസ്വേഡൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് അതൊക്കെ റീസെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. അങ്ങനെ ഞാൻ എൻ്റെ സാറ് പഠിപ്പിച്ച് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എൻ്റെ അടുത്ത് ആരും എൻ്റെ പാസ്വേഡ് ഫോൺ ലോക്കായി പോടെ ഒന്ന് റെഡി ആയിക്കൊണ്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന പിള്ളേർ, ഇവൻ ആള് കൊള്ളാലോ, സാറിനൊക്കെ, അതായത് എന്നെ പഠിപ്പിക്കുന്ന സാറിൻ്റെ ഫോൺ ഞാൻ റെഡി ആയി കൊടുക്കുക. അപ്പോൾ ഭയങ്കര സെറ്റപ്പ്. അപ്പോൾ സാറിൻ്റെ കഴിവ് ഇങ്ങനെ ഞാൻ അറിയാണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാനെപ്പോഴും ഈ പറഞ്ഞ ഹോംവർക്കും ചെയ്യില്ല, ഓണത്തിനും ഫുള്ള് ഒന്നും മാർക്കില്ല. അതായത് പഠനത്തിൽ ഭയങ്കര കുറവ്, ഭയങ്കര പാഷൻ ഇതാണ്. അപ്പോൾ സാറ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അരുണ നീ കൊമേഴ്സ് പഠിച്ചിട്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ല, നിൻ്റെ ഒരു പരിപാടി എനിക്ക് മനസ്സിലായി. സോ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു 2 മാസത്തെ ഒരു കോഴ്സ് ഉണ്ട്, നീറ്റിൻ്റെ എൻട്രൻസിൻ്റെ. അതിന് കമ്പ്യൂട്ടർ അറിയുന്നൊരു ചെക്കനെ വേണം. സോ നിന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം നീ എന്തായാലും ഫ്രീ ആണല്ലോ, പിന്നെ നിനക്കൊരു പോക്കറ്റ് മണി. അതെ അതെ, പഠിച്ചിട്ടൊന്നും എന്തായാലും എത്താൻ പറ്റില്ല എന്ന് പുള്ളി ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഒരാളെങ്കിലും എൻ്റെ കഴിവ് മനസ്സിലാക്കിയല്ലോ. അത് അപ്പൊ സാറിന് ചില ആൾക്കാർ വന്നിട്ട് ഭയങ്കര മോട്ടിവേഷൻ തരും. പിന്നെ കുറെ തള്ളും ഉണ്ടാവും. പണ്ടത്തെ സാറന്മാർ, നിനക്ക് വരും വാഴ വെച്ചാൽ മതിയായിരുന്നു, ഇതുപോലുള്ള ക്ലാസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല, നീയൊന്നും എവിടെ എത്താമോ എന്നുള്ള അങ്ങനെ വർത്താനമൊക്കെ ഉണ്ട്. അത് അവരെ ആ ഒരു ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്നതാണ്. പക്ഷെ പുള്ളി അങ്ങനെ പറഞ്ഞു. പ്ലസ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും തന്നു, ഒരു വഴി കാണിച്ചു. അപ്പൊ എനിക്കതൊരു പൊളി വൈബായിട്ട് തോന്നി. സോ സാറിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഞാൻ ഇപ്പോൾ ഒരാഴ്ച മുന്നേ കൂടി കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ വെച്ചു, അതിൻ്റെ ഹൗസ് വാമിനൊക്കെ. എനിക്ക് സാറന്മാരൊന്നുമില്ല, ആ കൂടി അറിയുന്ന സാറന്മാർ പുള്ളിയാണ്. കുറേ സാറന്മാരുണ്ടെങ്കിലും എനിക്ക് പുള്ളിയാണ് എൻ്റെ ഒരു കഴിവ് മനസ്സിലാക്കിയിട്ട് നീ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് PSC എഴുതിയിട്ട് വല്ല പൊട്ടി PSCയും കിട്ടൂല, ഇതും കിട്ടൂല, അങ്ങനത്തെ ഒരു സ്കീം പോയേനെ. സോ പുള്ളിനോട് എനിക്ക്, ഐ മീൻ സാറിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഒരു 1 lakh പെട്ടെന്ന് അടിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജോലിയും കിട്ടി. അതാ കോമഡി. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ജോലിയും കിട്ടി. ജോലി കിട്ടിയപ്പോഴത്തേക്കും 2-3 പാർട്ട്നേഴ്സ് ഉണ്ടായി. 2 പാർട്ട്നേഴ്സ്, അവരുമായിട്ടൊരു ബിസിനസ് തുടങ്ങി. അതായത് അടിച്ചു പൊളിക്കാണെന്ന് സത്യം പറഞ്ഞാൽ സമയം കിട്ടി. കോളേജ് കഴിഞ്ഞു, യൂട്യൂബ് ചാനൽ തുടങ്ങി. ജോലിയും കിട്ടി. അതായത് ഡിഗ്രീന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ജോലി കിട്ടി. അത് ജോലി കിട്ടിയത് എൻ്റെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു. എനിക്കൊരു കമ്പനീൻ്റെ ഫേം ഉണ്ട്, വർക്ക് ചെയ്യാൻ വരുന്നു, ഗ്രാഫിക് ഡിസൈൻ. നിന്റെ പരിപാടിയും നടക്കും, എൻ്റെ പരിപാടിയും നടക്കും, നീ അങ്ങനെ പോയി. അങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു പാർട്ട്ണർ, 2 പാർട്ട്നേഴ്സിനെ കണ്ടു. അങ്ങനെ ബിസിനസ് ലെവലിലേക്ക് പോയി. അപ്പോൾ പ്രശ്നം എന്താ പറ്റിയ വെച്ചാൽ, ഈ യൂട്യൂബ് ചാനൽ പിന്നെ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല, കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഇൻസ്റ്റഗ്രാം ഒന്നും സെറ്റായില്ല. ഇപ്പോൾ ഒരു ബിസിനസ്സായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. സോ ഇനി നമ്മൾ അതിൽ കടന്ന് തലകുത്തി മറയേണ്ട ആവശ്യമില്ല, അത് റൺ ചെയ്തോളും. അപ്പോൾ ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് പിന്നെയും തുടങ്ങാം എന്നുള്ളൊരു രീതിയിലേക്ക്, റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലേക്ക്. കല്യാണം കഴിച്ചു. പിന്നെ നമ്മളൊരു വൈബുള്ള ഒരാളായതുകൊണ്ട് ഫുള്ള് സപ്പോർട്ടാണ്. എന്ത് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും അറിയാം, അവക്കും അറിയാം, എനിക്കും അറിയാം ഇത് പൊട്ടത്തരാണെന്ന്, എന്നാലും സപ്പോർട്ട് ചെയ്യും. പൊള്ളി, ഒരു രക്ഷയില്ല, കിടു എന്നുള്ള സ്കീമാണ്. അപ്പോൾ നൈസാണ് ഇപ്പോൾ മൊത്തത്തിൽ, ചില്ലായിട്ട് പോകണം. ആദ്യം ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഒന്നും ആർക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ വയനാടാണ്, മലേൻ്റെ മുകളിലാണ്, റേഞ്ച് ഒന്നുമില്ല. ആ സമയത്ത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ആൾ പറയാം, നിനക്ക് പൊട്ടനാണോ നീ, അതൊക്കെ കിട്ടുമോ, തട്ടിപ്പാന്ന് പറയാം. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നൊക്കെ ഒരു തട്ടിപ്പ്. കാരണം അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാനിത് ഒരു 2 മാസം വർക്ക് ചെയ്തിട്ട് പൈസ കിട്ടി. എനിക്ക് ആദ്യമായിട്ട് ഒരു 12,000 റുപ്യ മറ്റേ കിട്ടിയെന്നു. അത് ഞാൻ പകുതി വീട്ടുകാർക്ക് കൊടുത്തു. അപ്പോൾ വീട്ടുകാർ വിചാരിച്ചത് കൊള്ളാലോ പരിപാടി. പിന്നെ ഭയങ്കര സപ്പോർട്ട്, പിന്നെ ഭയങ്കര സപ്പോർട്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ മൂടുണ്ടാവില്ല. ഞാൻ 2 വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ 2 ആഴ്ച വീഡിയോ എടുക്കില്ല. അപ്പോൾ വീട്ടുകാർ, എടാ പൈസ വേണ്ട, വീഡിയോ എടുക്ക്, നീ സെറ്റാക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്താണ് സംഭവം. അങ്ങനെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട്. അവരെയും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഈ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ സപ്പോർട്ട്.
അങ്ങനെ തുടങ്ങി. പിന്നെ ബിസിനസ് ആയപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുറച്ച് ഫ്രീ ടൈം ആയപ്പോൾ ആണ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്ത്. ഇനിയും യൂട്യൂബ് വീഡിയോ ഇടണം എന്നാണ് പ്ലാൻ. ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇടണം എന്നാണ് പ്ലാൻ. ഇതിടയ്ക്ക് ബിസിനസ്സിന് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്, MTS അക്കാദമി എന്നാട്ടോ പേര്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് തുടങ്ങിയ ആ സമയത്ത് ബെസ്റ്റ് ഓൺലൈൻ അക്കാദമി അവാർഡ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഗവർണറിൽ നിന്നാണ് കിട്ടിയത്, ആരിഫ് മുഹമ്മദ് ഖാൻ സാറിൻ്റെ നിന്നാണ് കിട്ടിയത്. സോ അതൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ്. ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ തുടങ്ങി വരുന്ന ആ സമയത്തൊക്കെ അത് കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര, എനിക്ക് എന്നോട് തന്നെ കണ്ണാടി നോക്കിട്ട് നീ പൊളിയാ, നീ ലെവലാന്നുള്ള സ്കീം തള്ളല്ല. ഇതൊക്കെ കറക്റ്റ് കാര്യം കേട്ടോ. പിന്നെ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. നമ്മളെ ഇഷ്ടപ്പെട്ടാലേ. ഇപ്പൊ ശ്രുതിക്ക് ഇപ്പോ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല, അല്ല എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ പറയാം മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ നടക്കൂല. നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടപ്പെടണം, എന്നാലേ ബാക്കിയുള്ളവർ ഇഷ്ടപ്പെട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മൾ ടോപ്പ് അവര് ഡൗൺ, നമ്മളും ടോപ്പ് അവരും ടോപ്പ്, അങ്ങനെ നമ്മളെ താഴ്ത്തി കെട്ടിയിട്ട് അവർ ടോപ്പ് ആവണം. എല്ലാവരും ടോപ്പാണ്. മറ്റുള്ള ഇപ്പം നിന്നെ നോക്കി കാണുന്ന അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഈ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള യങ് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സിന് നീ കൊടുക്കുന്ന ഒരു സിംഗിൾ ഗോൾഡൻ ടിപ്പ്? ആദ്യം നമ്മളെ മനസ്സിലാക്കുക, നമുക്ക് എന്താണ് ഇഷ്ടം. ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. അതാണ് ഞാൻ സമയം നോക്കാണ്ട, ഫുഡ് പോലും കഴിക്കേണ്ട. ഈ മാവേലിൻ്റെ വീഡിയോ 3 ദിവസം ഞാൻ എഡിറ്റ് ചെയ്തു. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ട് തന്നെ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല, കണ്ണൊക്കെ കണ്ടറിയാം. അതെന്താ സംഭവം, നമുക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര ഒരു ഇഷ്ടമായതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സമയം നോക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡോക്ടർ ആവണമെന്നാണെങ്കിൽ ഡോക്ടർ ആയിരിക്കും, ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ. വീട്ടുകാരെ വർത്താനം കേട്ടിട്ട് നിൽക്കണ്ട. അതുപോലെ തന്നെ ഫ്രീലാൻസർ ആവണം അല്ലെങ്കിൽ യൂട്യൂബർ ആവണമെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടണം. ചുമ്മാ വീഡിയോ ഇട്ടിട്ട് നമുക്കും ബെനിഫിറ്റ് ഇല്ല അവർക്കും ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അതിന് നിൽക്കണ്ടെന്ന് പറയാം. സോ എന്താണോ ഇഷ്ടം അത് ചെയ്യുക, ബാക്കിയുള്ളവർ വർത്താനൊന്നും കേൾക്കണ്ട, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ വലിയ സംഭവമൊന്നും ഇല്ലത്. ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള ആ ഒരു പ്രൊഫൈലില് ഒരു ജേർണി എന്ന് പറയുമ്പോൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എല്ലാവരും യൂട്യൂബില് കോണ്ടന്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അത് ചെയ്യാൻ അവർക്ക് കുറേ ഫാക്ടേഴ്സ് അവരെ തടുക്കുന്നുണ്ടായിരിക്കും. ചിലർക്ക് ചമ്മലായിരിക്കും, ചിലർക്ക് ഈ നാട്ടുകാര് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് എന്ത് പറയും എന്നുള്ള അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ അങ്ങനെയുള്ളവരോട് എന്താ പറയാ? അല്ല, ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നില്ല. ഇത് ഞാനൊരു 5-6 വർഷമായിട്ട് ഈ ക്യാമറ എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ ക്യാമറ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. മനുഷ്യനെ കാണുമ്പോൾ എന്ത് വർത്താനം വെച്ചാൽ പറയാം. ഞാൻ ഒരു 5-6 വർഷമായിട്ട് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നത്. ഈ പറയുന്നത് ഈ കോൺഫിഡൻസിൽ ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഞാൻ ഇതുവരെയായിട്ട് ഇൻ്റർവ്യൂ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇത്രയും കോൺഫിഡൻസ് പറയുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് ശീലിക്കുക. ഇതിന് പ്രോ ടിപ്പൊന്നും ഇല്ല. ഇവർ ക്യാമറ വെക്കുക, ചുമ്മാ വർത്താനം പറയാം, ഫോൺ എടുക്കുക, എങ്ങനെ മനുഷ്യനായി വിചാരിക്കുക. സംഭവം തീർന്നല്ലോ, അത്രേ ഉള്ളൂ. ഒരു ആക്സിഡന്റ്, അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഞാൻ ഒരു 6-7 മാസം റെസ്റ്റിലായിരുന്നു. അതായത് നമ്മളിങ്ങനെ ആ പവറിൽ ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊരു ബെഡിലായി പോകുമ്പോൾ നമുക്ക് വരാവുന്ന കുറച്ച് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇനിയിപ്പോൾ എന്താണ് പണ്ടാരം കുടുങ്ങിയല്ല, നടക്കാനും പറ്റുന്നില്ല, കയ്യും കാലും ഒടിഞ്ഞു, അങ്ങനത്തെ ഒരു സ്കീമിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ പോയി. പിന്നെ എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അവർ എന്നെക്കാട്ടും പൊളി, അവർ നിന്നെക്കൊണ്ട് പറ്റും, നീ വേറെ ലെവലാന്നുള്ള വർത്താനം. പിന്നെ എൻ്റെ ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നും ഇല്ല, ആകെ 1-2 ഫ്രണ്ട്സേ ഉള്ളൂ. അതിൽ ഒറ്റ ഫ്രണ്ട്, ഇവൻ എൻ്റെ കൂടെ, അതായത് ഞങ്ങൾ ഒരു 7ാം ക്ലാസ് മുതലുള്ള ബന്ധമാണ്. ഇവൻ എൻ്റെ കൂടെ അപ്പിൽ നിന്നിട്ടുണ്ട്, ഇപ്പം ഈ ഡൗണിൽ നിന്നിട്ടുണ്ട്, അപ്പിൽ നിന്നിട്ടുണ്ട്. ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഓപ്പണായിട്ട് പറയാം, എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല. മൂത്രമൊഴിക്കാൻ മീൻസ് 2 കൈ ഒടിഞ്ഞ് കിടക്കല്ലേ, അപ്പോൾ ഇത് ഒഴിക്കണ്ടേ. സോ ഇവനെ എനിക്കതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. 2 മാസം ഇവൻ്റെ ജോലി ഒഴിവാക്കിയിട്ട് ഇവൻ എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലായി, ആ സമയത്ത് കുറേ ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാക്കി, അതായത് ഇത് ഏതാണ് ഫ്രണ്ട്, ഇവനാണോ ഫ്രണ്ട് അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊക്കെ അപ്പം മനസ്സിലായി. അപ്പൊ അവൻ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പീരീഡ് അങ്ങനെ ഒരിടയ്ക്ക് ഇവന്റെ അടുത്ത് കാരണം നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, 2 കൈ ഒടിഞ്ഞു, എനിക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞാൻ മറ്റേ പാമ്പ് ആപ്പിൾ തിന്നുന്ന പരിപാടി തുടങ്ങിയതാണ്, ആ ഗെയിമിൽ തുടങ്ങിയതാണ്. അന്നുകൊണ്ടല്ല. അപ്പൊ പെട്ടെന്ന് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര മോട്ടിവേഷനൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊരുമാതിരി ഷോക്കായി പോകും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവൻ എൻ്റെ ഭാര്യ വീട്ടുകാർ, പിന്നെ എൻ്റെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട്. ഒരിടയ്ക്ക് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മച്ചാൻ പ്രാന്ത് പിടിക്കുന്ന ഡെഡ് ആയാലോ പോയിട്ട്, ചുമ്മാ തമാശക്കാണ് എനിക്കറിയാം. അപ്പോൾ ഇവൻ പറയും, നീ ഇപ്പം ഡെഡ് ആയ നീ പൊട്ടനാന്ന് ഞാൻ പറയുള്ളൂ എന്ന് പറയും. അങ്ങനെ അതായത് ഭയങ്കര മോട്ടിവേഷൻ ഒന്നുമല്ല, അങ്ങനെ തന്നെയല്ലേ പറയണ്ടേ. പിന്നെ ആ സമയത്ത് ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ റെഡിയായി,
പിന്നെ യൂട്യൂബ് ഒന്ന് തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടു. അത് എൻ്റെ ഭാഗ്യത്തിനാണോ ഇനിയിപ്പം എന്താണെന്ന് അറിയില്ല, ആ മ്യൂസിക് വൈറലായതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ആ വീഡിയോ ഭയങ്കര രസമുള്ളൊരു കോൺസെപ്റ്റേ രസമുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് റീച്ച് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് ആണ്. സോ ഇനി റെഗുലർലി വീഡിയോ ഇടാം. അങ്ങനെ ഞാനിപ്പോൾ ഇന്നലെയും കൂടി വീഡിയോ ഇട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിലും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ എൻ്റെ ചാനലൊന്നും നോക്കൂല, ഞാൻ ചിലപ്പോൾ അവനെ എഡിറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ എനിക്ക് തോന്നുമ്പോഴൊക്കെ മൂഡ് വരുമ്പോഴൊക്കെയാണ് ഞാൻ ചെയ്യാറ്. സോ അങ്ങനെ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ എനിക്കൊരു 1 മാസം കൊണ്ട് തന്നെ 10K ഫോളോവേഴ്സ് ആയി ഇൻസ്റ്റയിൽ തന്നെ. നല്ലൊരു ഗ്രോത്ത് ആണ്. കാരണം ഇതൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ മടി പിടിച്ചിട്ട് ഇടാണ്ടിരിക്കുകയാണ്. ഇനി വേണം അത് ഫുൾ ഫ്ലെഡ്ജിൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി ഒന്ന് സെറ്റ് ആക്കാം. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം ഇത്. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമാണ്. സോ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി തുടങ്ങണം, അങ്ങനെ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ. ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കാൻ താല്പര്യമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയ ഐഡിയാസ് ഷെയർ ചെയ്യാം. നമ്മുടേതായ അങ്ങനെ പ്രൊമോഷൻ ചെയ്യാ, ഇതിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം എന്തായാലും നിന്റെ ആ ഒരു ജേർണി, ഇൻഫ്ലുവൻസർ ജേർണി പ്ലസ് യൂട്യൂബ് ജേർണി പ്ലസ് ബിസിനസ് ജേർണി, ഇതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് ഇനി അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം. വിളിക്കണം. ബിസിനസ് ഓണർ അല്ലേ, ഓൺട്രപ്രനർ അല്ലേ, നീ ഞങ്ങൾക്കാണ് ജോലി തരേണ്ടത്. ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.